സല്യൂട്ട് സജ്ജനങ്ങളെ. പത്തനംതിട്ട ജില്ലയിൽ SP ആയിരുന്ന കാലയളവ് ഒരുപാട് സമ്മർദ്ദങ്ങളും ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞതായിരുന്നെങ്കിലും അവിടെ നിന്ന് കുറച്ചധികം സൗഹൃദങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അവിടെയുള്ള ചില നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ജില്ലയിൽ ചാർജ് എടുക്കുന്നത് ഹാരി സേവിയർ IPS എന്ന ഉദ്യോഗസ്ഥനിൽ നിന്നാണ്. അദ്ദേഹത്തിനോടൊപ്പം ഞാൻ നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പേര് കേട്ടിട്ടുള്ള, അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വളരെ നല്ല ഓഫീസറായിട്ട് പരക്കെ അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീ ഹാരി സേവിയർ IPS. അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ SP ആയിരുന്ന സമയത്താണ് എനിക്ക് ചേർത്തലയിൽ നിന്ന്, ആലപ്പുഴയുടെ തന്നെ കീഴിലുള്ള സബ് ഡിവിഷനായ ചേർത്തലയിൽ നിന്ന് ട്രാൻസ്ഫർ ആകുന്നത്. എനിക്ക് ട്രാൻസ്ഫർ വരുന്നതിന് കുറച്ച് നാൾ മുമ്പ് മാത്രമാണ് അദ്ദേഹം അവിടെ SP ആയിട്ട് ചാർജ് എടുക്കുന്നത്. അദ്ദേഹത്തെ ആദ്യമായി ഞാൻ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ കുറേ പേര് ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ വാതിലിൻ്റെ അവിടെ ഒന്ന് അമാന്തിച്ച് നിന്നു. അപ്പോൾ അദ്ദേഹം വളരെ കവിതാത്മകമായ രീതിയിലാണ് എന്നെ അകത്തേക്ക് ക്ഷണിച്ചത്. വാതിൽക്കൽ ശങ്കിച്ച് നിൽക്കേണ്ട ലേഖയെ സ്വാതന്ത്ര്യം ഓടിഞ്ഞ് അകത്തേക്ക് പോരൂ എന്ന് പറഞ്ഞാണ് എന്നെ അകത്ത് വിളിച്ചത്. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. പത്തനംതിട്ടയിൽ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ SP ആയിട്ട് ഏകദേശം 3-4 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തെ എന്തുകൊണ്ടോ സ്ഥലം മാറ്റിയിട്ടാണ് എന്നെ അവിടെ പോസ്റ്റ് ചെയ്തത്. അവിടെ ആദ്യമായി ഞാൻ ചാർജ് എടുക്കുമ്പോൾ തന്നെ എന്നെ കാണാൻ നിന്നിരുന്ന ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഞാനും കുടുംബവുമായിട്ട് വളരെയധികം സൗഹൃദത്തിലാണ്. പ്രൊഫസർ റോയ് റാന്നിയിലുള്ള ഒരു കോളേജ് അധ്യാപകനായിരുന്നു. ആ ദിവസം മുതൽ ഇന്ന് വരെ അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്നെ വന്ന് കാണും. ഞാൻ പത്തനംതിട്ട സൈഡിലോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ പോയി കാണും. പ്രൊഫസർ റോയും വൈഫ് ഷൈനിയും 2 മക്കളും ഇപ്പോഴും നല്ല സൗഹൃദത്തോടു കൂടി തുടരുന്നുണ്ട്. അതുപോലെ YWCA പ്രസിഡന്റ് ആയിരുന്ന ബേബിക്കുട്ടിയുടെ ഹസ്ബൻഡ് ഡാനിയൽ സാറ്, അദ്ദേഹം കാത്തലിക്കേറ്റ് കോളേജിൽ പ്രൊഫസറായിരുന്നു. അവരും അവരുടെ 2 മക്കളും ആയിട്ടും ഞങ്ങൾക്ക് വളരെയധികം ഇപ്പോഴും സൗഹൃദം കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഗോകുൽ കൊച്ചായിരുന്നത് കൊണ്ട് ഗോകുലിൻ്റെ കൂടെ കളിക്കാൻ വന്നിരുന്ന 2 അടുത്ത വീട്ടുകാരായിട്ടുള്ള 2 കുട്ടികളുണ്ടായിരുന്നു, മറിയവും അപ്പുവും. അവർ 2 പേരും ഗോകുലിനേക്കാളും മൂത്തതായിരുന്നു. അവർ 2 പേരും ഗോകുലിൻ്റെ വളരെ അടുത്ത ഫ്രണ്ട്സായി. അപ്പോൾ അവരുടെ അച്ഛൻ വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. അമ്മ ജെസ്സിയുമായിട്ട് വളരെ നല്ല സൗഹൃദത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും മറിയവും ആയിട്ട് അടുത്ത ടച്ചുണ്ട്. വളരെ നല്ല ഫ്രണ്ടാണ്. ഞാൻ ചാർജ് എടുത്ത ഒരു 1.5 മാസമോ 2 മാസമോ കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അവിചാരിതമായിട്ട് എനിക്കൊരു ട്രാൻസ്ഫർ ഓർഡർ വന്നു. എന്നെ പോസ്റ്റ് ചെയ്തത് വനിതാ കമ്മീഷൻ ഡയറക്ടറായിട്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേരളത്തിൽ വനിതാ കമ്മീഷൻ രൂപീകൃതമായത്. ആ സമയം 1997 സുഗതകുമാരി ടീച്ചറായിരുന്നു ആദ്യത്തെ അധ്യക്ഷ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഒരു പോലീസ് ഓഫീസറിനെ എനിക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ട് വേണം ഡയറക്ടർ പോസ്റ്റിലേക്ക് എന്ന് പറഞ്ഞതുകൊണ്ട്, എന്നാൽ ശ്രീലേഖ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് സർക്കാർ പോസ്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. പക്ഷേ എന്നോട് ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. കൂടാതെ പത്തനംതിട്ടയിൽ നിന്ന് പെട്ടെന്ന് ചാർജ് എടുത്ത് 2 മാസത്തിനകം വീണ്ടും കെട്ടിപ്പെറുക്കി പോവുക എന്നൊക്കെ പറയുന്ന വലിയ പ്രയാസമായിരുന്നു. മോന് ആ സമയത്തോടെ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിച്ചിരുന്നു. ഹസ്ബൻഡ് ആലപ്പുഴ മെഡിക്കൽ കോളേജുമായിട്ട് ഇങ്ങനെ ഏകദേശം ബസ്സൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയം. കൂടാതെ ASP ആയിരുന്നപ്പോൾ കയ്യിലെടുക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ. SP ആകുമ്പോഴേക്കും ഒരു ലോറി നിറയെ സാധനങ്ങൾ, ഫർണിച്ചറും ബാക്കി ബുക്കുകളും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഒരു ലോറി നിറയെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് അതെല്ലാം കൂടെ കൊണ്ടുവന്ന് പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് എല്ലാം ഫിറ്റ് ചെയ്ത് റെഡിയാക്കി എല്ലായിടവും ഒക്കെ ശരിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ട്രാൻസ്ഫർ വരുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ പാക്ക് ചെയ്ത് വീണ്ടും എടുത്ത് തിരുവനന്തപുരത്തോട്ടൊക്കെ പോകാമെന്ന് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ താല്പര്യമില്ല വനിതാ കമ്മീഷനിൽ ജോലി ചെയ്താൽ. വനിതാ കമ്മീഷനിൽ സ്ത്രീകൾ തന്നെ വേണമെന്ന് നിർബന്ധമാണോ, ഏതെങ്കിലും പുരുഷ ഓഫീസർ ആയാലും എന്താ കുഴപ്പം എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് സുഗതകുമാരി ടീച്ചർ പറഞ്ഞു, ഡയറക്ടർ സ്ഥാനത്തേക്ക് എനിക്കൊരു DIG ആണ് വേണ്ടത്, SP അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, തൽക്കാലം ചാർജ് വിടണ്ട, അവിടെ തന്നെ തുടരൂ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അലക്സാണ്ടർ ജേക്കബ് സാറിനെ അങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്തത്. അദ്ദേഹം DIG ആയിരുന്നു. ജില്ലയിൽ വെച്ചിട്ട് വളരെയധികം നല്ല സൗഹൃദ ബന്ധങ്ങൾ ഇവർ കൂടാതെ, ഈ പ്രൊഫസർ റോയും ബേബിക്കുട്ടി ഡാനിയലും കൂടാതെ വന്ന വേറെ VVIPകളായിട്ടുള്ള സൗഹൃദ ബന്ധം എന്ന് പറയുന്നത് സിനിമാ താരങ്ങളുമായിട്ടായിരുന്നു. അത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല, അവിചാരിതമായിട്ടായിരുന്നു. ആലപ്പുഴയിൽ ഇരിക്കുമ്പോൾ ശ്രീ ഫാസിലുമായിട്ടും ഫാസിലിൻ്റെ കുടുംബവുമായിട്ടും അടുപ്പം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതങ്ങ് വിട്ടുപോയി. പക്ഷേ പത്തനംതിട്ടയിൽ ഇരുന്നപ്പോൾ എനിക്ക് വളരെയധികം അടുപ്പമുണ്ടായ ഒരു ആളെ ശ്രീ MG സോമൻ ആയിരുന്നു. അദ്ദേഹം സിനിമയിലൊക്കെ കൂടെ വലിയ ഫേമസ് ആയിട്ടൊരു നല്ല ആക്ടറായിട്ട് തിളങ്ങി നിന്നിരുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് നേരത്തെ പരിചയമില്ല, ഒരു പ്രാവശ്യം കണ്ടത് ഞാൻ വിമൻസ് കോളേജിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞങ്ങളുടെ ആർട്സ് ക്ലബ് ഇനോഗ്രേഷന് വന്നത് ശ്രീ MG സോമനും അദ്ദേഹത്തോടൊപ്പം ശുഭ എന്നു പേരുള്ള ഒരു ആക്ട്രസുമായിരുന്നു. അവരെ ഒരുമിച്ച് ഏതോ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സെറ്റിൽ നിന്നാണ് 2 പേരും കൂടെ ആർട്സ് ക്ലബ് ഇനോഗ്രേഷന് വന്നത്. അപ്പോൾ സ്റ്റേജിൽ ഇരിപ്പിടം
ഒഴുക്കിയപ്പോൾ ശ്രീ എം ജി സോമൻ്റെ തൊട്ടടുത്താണ് എനിക്ക് കസേര ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ ആ കസേരയിൽ ശ്രീ എം ജി സോമൻ്റെ അടുത്തിരുന്നുകൊണ്ട് ഞാനിങ്ങനെ ഞെരുവിരി കൊള്ളുമായിരുന്നു. കാരണം അമ്മ ഞങ്ങളെയൊക്കെ വളർത്തിയിരിക്കുന്നത് ആണുങ്ങളുടെ അടുത്തിരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, അവരുടെ ശ്വാസം അടിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള മട്ടിലൊക്കെയാണ് അമ്മ ഞങ്ങളെ വളർത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ, അപ്പോൾ അത് വീട്ടിൽ ആരെങ്കിലും കണ്ടാൽ എന്ത് നാണക്കേടാണ്. എം ജി സോമൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ കസേര വെച്ചിട്ട് ഇങ്ങനെ നീക്കി കൊണ്ടുപോയി കുറേ ഒരു വിടവായി ഞാനും എം ജി സോമനും തമ്മിൽ. അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇടയ്ക്ക്. പക്ഷേ എനിക്കൊരു സമാധാനമായി അങ്ങനെ ഇരുന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഇരുന്നു കൊണ്ടാണ് പിന്നെ ഫോട്ടോ ഒക്കെ വന്നത്. ഫോട്ടോയിൽ കുറച്ച് വിചിത്രമാണ് കാര്യം. അപ്പോൾ ഈ ഒരു സംഭവ കഥ ഞാൻ പത്തനംതിട്ടയിൽ SP ആയിരുന്ന സമയത്ത് എഴുതുമായിരുന്നല്ലോ, ലേഖനങ്ങൾ എഴുതുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ലേഖനമായിട്ട് മനോരമ പത്രത്തിൻ്റെ സെൻട്രൽ പേജിൽ വന്നത് ഈ അനുഭവ കഥയായിരുന്നു. ഞാനിങ്ങനെ എന്തുകൊണ്ടാണ് ഈ ശ്രീ സോമൻ്റെ അടുത്തുനിന്ന് മാറാൻ കാരണം എന്നുള്ള കാര്യം. അപ്പോൾ ഇത് വായിച്ചിട്ടായിരിക്കും അദ്ദേഹം എന്നെ ഫോൺ വിളിക്കുകയും എന്നെ ഓഫീസിൽ വന്ന് കാണുകയും ചെയ്തു. പിന്നീട് ഞങ്ങളങ്ങ് വലിയ അടുത്ത സുഹൃത്തുക്കളായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുജാത, മക്കൾ 2 പേരും, അങ്ങനെ അവരുമായിട്ട് വളരെ നല്ലൊരു ഫാമിലി ഫ്രണ്ടായിട്ട് ഞാനും ഹസ്ബൻഡും മോനും ഒക്കെ കൂടെ വീട്ടിൽ പോകും. ഓണത്തിന് സദ്യക്ക് ക്ഷണിക്കും, ഞങ്ങൾ അവിടെ പോയി സദ്യ ഉണ്ണും. അങ്ങനെ നല്ലതായിട്ട് സംസാരിക്കും, നല്ല നല്ല കഥകൾ, സിനിമാ ലോകത്തുള്ള നല്ല കഥകൾ പറയും. കമലഹാസനുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ SP ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് വളരെ സങ്കടകരമായിട്ടുള്ള വസ്തുത സംഭവിച്ചത്. അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ അത് വളരെ ഷോക്കിംഗ് ആയിരുന്നു എനിക്ക്, വലിയൊരു സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പോഴും സുജാതയുമായിട്ട് എനിക്ക് നല്ല അടുത്ത ബന്ധമുണ്ട്. വേറൊരു വ്യക്തി ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടത് ക്യാപ്റ്റൻ രാജു ആയിരുന്നു. അത് ഞാൻ പത്തനംതിട്ട ഗസ്റ്റ് ഹൗസിൽ ഏതോ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരാൾ ഹലോ എന്ന് പറഞ്ഞ് എന്നെ വന്ന് ഷേക്കൻ ചെയ്തു. അപ്പോൾ നല്ല പേഴ്സണാലിറ്റി, നല്ല പൊക്കവും ഒക്കെ ആയിട്ടൊരു നല്ല വെളുത്ത ഒരാൾ. അപ്പം ഞാൻ നോക്കിയിട്ട് ക്യാപ്റ്റൻ രാജു. ഞാൻ പറഞ്ഞു, അയ്യോ ക്യാപ്റ്റൻ രാജു എന്തോ ഷൂട്ടിങ്ങിനും എന്തിനു വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തമ്മിൽ സൗഹൃദമായി. അദ്ദേഹത്തിൻ്റെ വൈഫും മക്കളുടെ കല്യാണത്തിനൊക്കെ വിളിക്കുമായിരുന്നു. അങ്ങനെ വലിയ അടുത്ത ഒരു സൗഹൃദം ഞങ്ങൾ നിലനിന്ന് പോയിരുന്നു. അദ്ദേഹം മരിക്കുന്നവരെയുള്ള സമയത്ത് വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. മറ്റൊരു സിനിമാ താരത്തെ ഞാൻ പരിചയപ്പെട്ടത് ശ്രീ പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന ആ സമയത്ത് പല റോളുകളിൽ അഭിനയിച്ചിട്ടുള്ള, സ്വഭാവ നടനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അടൂർ എന്ന് പറയുന്നത് വളരെയധികം കലാകാരന്മാർ ജന്മം നൽകിയിട്ടുള്ള ഒരു നാടാണ്. അടൂർ പങ്കജം, അടൂർ ഭവാനി സിസ്റ്റേഴ്സ്, അവർ രണ്ടുപേരും. അടൂർ ഭവാനി വളരെ നല്ലൊരു നടിയായിട്ട് ഞാൻ എപ്പോഴും പരക്കെ കാണാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റി, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി എന്നൊക്കെ ഉള്ളത് വലിയ സന്തോഷമാണ്. ഞങ്ങളൊരു പൊങ്കാല അനുബന്ധിച്ച് ഒരു അമ്പലത്തിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ അവിടെ വെച്ചാണ് അവിടുത്തെ പൊങ്കാല ഇടാനായിട്ട് വന്നവരുടെ കൂട്ടത്തിലോ മറ്റോ ഉണ്ടായിരുന്ന ഒരു വിശിഷ്ടാതിഥിയായിരുന്നു അടൂർ ഭവാനി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ അടൂർ പങ്കജം ഒരു പരാതിയുമായിട്ടാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നത്. അത് ശരിയാക്കി കൊടുത്തു. അതുപോലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവി കടമ്മനിട്ട രാമകൃഷ്ണൻ സാർ, അദ്ദേഹം വളരെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അദ്ദേഹം നല്ല എൻ്റെ അടുത്ത് വരുമ്പോൾ സംസാരിക്കുകയും ഉറക്കം നല്ല പാട്ട് പാടുകയൊക്കെ ചെയ്യും. അദ്ദേഹം തന്നെ എഴുതിയ കവിതകൾ ഇങ്ങനെ നല്ല ശബ്ദത്തിൽ, നല്ല ഗാംഭീര്യ സ്വരമാണല്ലോ, അപ്പോൾ അതിലിങ്ങനെ പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവും കുടുംബവുമായിട്ടും വളരെ അടുത്ത ഒരു സൗഹൃദം എനിക്ക് ആ സമയം ഉണ്ടായിരുന്നു. വളരെ യാദൃച്ഛികമായിട്ട് 4ാം ക്ലാസ്സിൽ എന്നോടൊപ്പം പഠിച്ച 2 പേരെ എനിക്ക് അവിടെ വെച്ച് പത്തനംതിട്ടയിൽ വെച്ച് വീണ്ടും കാണാനിടയായി. അതിലൊന്ന് സ്റ്റീഫൻ. എൻ്റെ ഹസ്ബൻഡ് മോനെയും കൊണ്ട് സ്കൂളിൽ വിടാൻ പോകുമ്പോൾ അവിടെ സ്കൂളിൽ വിടാനായിട്ട് പോകുന്ന വേറൊരു വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം കുറച്ച് പ്രായമുള്ള ആളാണ്, മൈക്കൽ അച്ച എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഡോട്ടറിനെയോ ഗ്രാൻഡ് സണ്ണിനെയോ കൊണ്ടുവിടാനാണ് അദ്ദേഹം വന്നിരുന്നത്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും മൈക്കൽ അച്ചായനും തമ്മിൽ വളരെയധികം ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ അവരുടെ വീട്ടിൽ ഒരു ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ മൈക്കൽ അച്ചായൻ്റെ മകളുടെ ഭർത്താവ് സ്റ്റീഫൻ, അപ്പോൾ സ്റ്റീഫൻ അവിടെ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ സ്റ്റീഫൻ മോഡൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശ്രീലേഖയല്ലേ, ശ്രീലേഖ കോട്ടൺ ഹിൽ സ്കൂളിലല്ലേ പഠിച്ചത്, ഞാൻ അവിടെയാണ് 4ാം ക്ലാസ്സിൽ 1 മുതൽ 4 വരെ ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കോട്ടൺ ഹിൽ സ്കൂള് എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ സ്കൂളാണെങ്കിൽ 4ാം ക്ലാസ് വരെ ആൺകുട്ടികളെ പഠിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എൻ്റെ കൂടെ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സ്റ്റീഫനാണ് ഇത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെയും എൻ്റെ ഭർത്താവിൻ്റെ കൂടെയും പഠിച്ചിട്ടുള്ള സ്റ്റീഫനായിരുന്നു ആ മൈക്കൽ അച്ച എൻ്റെ മരുമകൻ എന്നുള്ളത് അവിടെ വെച്ച് അറിയുമ്പോൾ ഒരു വലിയ അതിശയമായിട്ട് തോന്നി. 4ാം ക്ലാസ്സിൽ കണ്ടിട്ടുള്ള ഒരാളെ പിന്നെ വീണ്ടും ഇത്രയും നാൾ കഴിഞ്ഞ് കാണുന്നത്. അതുപോലെ വേറൊരു ആളും 4ാം ക്ലാസ്സിൽ ഞങ്ങൾ പെൺകുട്ടികൾ വളരെയധികം കൗതുകത്തോടെ നോക്കിയിരുന്ന ഒരു നല്ല സുന്ദരനായിട്ടുള്ളൊരു പയ്യനുണ്ടായിരുന്നു. ജോർജ് ജോൺ എന്നായിരുന്നു അവൻ്റെ പേര്. അപ്പം ഒരു വളരെ സ്റ്റൈലിലൊക്കെ നല്ല വേഷമൊക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്ന ഒരു പയ്യനായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ജോർജ് ജോൺ ആണ്, ശ്രീലേഖയുടെ കൂടെ കോട്ടൺ ഹില്ലിൽ 4ാം ക്ലാസ്സിൽ പഠിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ ഒരു ദിവസം എൻ്റെ ഓഫീസിൽ വന്നു. ആള് വേറെ ഒരു ചായയുമൊക്കെയാണ്, വേറെ ഗൾഫിലെങ്ങാണ്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്നാലും കണ്ടപ്പോൾ ഒരു വലിയ കൗതുകമായിട്ട് തോന്നിയിരുന്നു. ഒന്നും അങ്ങനെ
സർക്കാർ ഓഫീസുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഓഫീസ് പോലും ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ എസ് പിയുടെ വീടും ക്യാമ്പ് ഓഫീസും ഒക്കെ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു. വളരെ മനോഹരമായ ഒരു ലൊക്കേഷനായിരുന്നു അത്. അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ റബ്ബർ തോട്ടത്തിൽ നോക്കിയിരിക്കാൻ നല്ല രസമാണ്, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. മഴ പെയ്ത് കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ റബ്ബർ തോട്ടത്തിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങി ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിൻ്റെ പുറകിൽ കൂടെ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ പോയി ഒരു വശത്തൂടെ ഇങ്ങനെ ഒഴുകി പോയി റോഡിലേക്ക് വീഴും. അപ്പോൾ ഭയങ്കര രസമാണ്. ഇപ്പോൾ ഇങ്ങനെ ദിവസങ്ങളോളം ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. നല്ല ശബ്ദവും ഒക്കെയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച കേട്ടുകൊണ്ട് ഉറങ്ങുന്ന പോലെയുള്ളൊരു രസകരമായ ഫീലിംഗ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. കുറച്ച് മുകളിലായിട്ട് ഒരു പാറ കോവിലുണ്ട്. ഒരു കുറച്ച് പാറയൊക്കെ കയറി പോകുമ്പോൾ മുകളിലോട്ട് നടന്നു കയറുന്ന ഒരു കോവിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി ഇരിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ആ വീടിന് എന്തൊക്കെയോ അശുഭ ലക്ഷണങ്ങളുണ്ട്, ഒരു നല്ല ദോഷങ്ങളുള്ള വീടാണ് എന്ന് എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് ബാബുരാജ് IPS അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം അവിടെ ബാബുരാജ് IPS ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ SP ആയിരുന്ന സമയത്ത് ഞാൻ കുടുംബം സഹിതം എവിടെയൊക്കെയോ പോയിട്ട് തിരിച്ചു വരുന്ന വഴി അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം വളരെ നല്ല ഓഫീസറാണ്, ഞങ്ങളോട് വളരെ ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ വീട്ടിലൊരു പൂജ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പത്തനംതിട്ട വന്ന ശേഷം ശ്രീലേഖയുടെ പേര് ഇങ്ങനെ പത്രത്തിലൂടെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്, ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു പൂജ ചെയ്യുന്നത് നല്ലതായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഞാനൊരു ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ മോനെ തട്ടിക്കൊണ്ട് പോകാനൊരു ശ്രമം നടന്നിരുന്നു. അതിനുശേഷം വളരെ സൂക്ഷിച്ചാണ് മോനെ കൊണ്ട് സ്കൂളിൽ കൊണ്ട് വിട്ടിരുന്നത്. ഒന്നുകിൽ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി വിടും, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് കൊണ്ട് ഇറക്കിയിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ മോനെ സ്കൂളിൽ ഇറക്കി അവൻ്റെ അടുത്ത് ടാറ്റ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവൻ്റെ ഫ്ലാഷിൻ്റെ ശബ്ദവും ആ ഫോട്ടോയുടെ ക്ലിക്ക് ശബ്ദവും ഒക്കെ കേട്ടപ്പോൾ ഞാൻ എന്തോ ഒരു ശബ്ദം തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരാൾ തലയിൽ കൂടെ മുണ്ടൊക്കെ ഇട്ട് മൂടിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്, ക്ലിക്ക്. അപ്പോൾ ഇതെന്താ ഈ ഒളിച്ചിരുന്ന് ഫോട്ടോ എടുക്കുന്നത്, എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ നിൽക്ക് നിങ്ങൾ ആരാണെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അയാൾ ഒറ്റ ഓട്ടം. അപ്പോൾ ഞാൻ ഓടി പുറകെ, ഞാൻ യൂണിഫോം ഇട്ട് ഞാനും എൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഡ്രൈവറും കൂടെ ഓടിച്ചെന്ന് അയാളെ പിടിച്ചപ്പോൾ അയാൾ മുണ്ടൊക്കെ മാറ്റി നോക്കിയപ്പോൾ അയാൾ ഏതൊരു പയ്യൻ, എനിക്ക് ശരിക്കും മനസ്സിലായില്ല. പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ സുനിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ എൻ്റെ അനുവാദം ഇല്ലാതെ ഇങ്ങനെ ഫോട്ടോ എടുക്കണോ, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് തരത്തില്ലായിരുന്നോ എന്ന് പറഞ്ഞ് ഞാൻ ഫോട്ടോയുടെ ക്യാമറ തുറന്നിട്ട് അതിൻ്റെ നെഗറ്റീവ് എക്സ്പോസ് ചെയ്തു. എന്നിട്ട് അത് തിരിച്ചടച്ച് ഞാൻ അയാളുടെ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് മേലിൽ ഇനി ഇതുപോലെ ഒന്ന് ചെയ്തേക്കരുത്, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് തിരിച്ച് കയറി വരികയും ചെയ്തു. ഓഫീസിൽ എത്തിയപ്പോൾ തൊട്ട് ഇങ്ങനെ TV-യിലും ഒക്കെ ഇങ്ങനെ വാർത്ത ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, DGPയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, എന്തുവാ സംഭവം ചോദിച്ചുകൊണ്ട് സീനിയർ ഓഫീസേഴ്സ് വിളിച്ച് വഴക്ക് പറയുന്നു. വെച്ചാൽ അയാൾ പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അയാൾ എല്ലാവരോടും പറഞ്ഞു ഞാൻ അയാളെ മർദ്ദിച്ചു, അയാൾ എൻ്റെ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തുകൊണ്ട് മോനെ സ്കൂളിലാക്കാൻ വന്നതിൻ്റെ പടങ്ങൾ എടുത്തപ്പോൾ ഞാൻ അയാളെ മർദ്ദിക്കുകയും തല്ലി ചതയ്ക്കുകയും അയാളുടെ ക്യാമറ 35,000 രൂപ വിലയുള്ള ക്യാമറ പൊട്ടിച്ച് കളയുകയും നശിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയ പരാതി. അപ്പോൾ എനിക്കെതിരെ കേസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ആൾ. അപ്പം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എൻ്റെ കൈ കയറി പിടിച്ച ഒരു വനിതാ വക്കീലിൻ്റെ കഥ. അപ്പോൾ ഈ വനിതാ വക്കീലിൻ്റെ അനന്തരവനാണ് ഈ പയ്യൻ. അദ്ദേഹം ദേശാഭിമാനി പത്രത്തിൻ്റെ ഒരു സ്ട്രിങ്ങറായിട്ട് എങ്ങാണ്ട് വർക്ക് ചെയ്യുമായിരുന്നു ആ സമയം. അതിനുശേഷം പിന്നെ അവരവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ദീപികയിലോ മറ്റോ കുറച്ച് നാൾ ജോലി ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഫ്രീലാൻസ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ആരാണ് കാശ് തരുന്നതെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കും പടം എന്നുള്ള മട്ടിലൊക്കെയാണ് അയാൾ സംസാരിച്ചിരുന്നത്. അപ്പം അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ ഒന്ന് നാണം കെടുത്താൻ വേണ്ടിയിട്ട്, എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതുപോലെയുള്ള കഥ ഇങ്ങനെ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ശ്രീലേഖ ഇങ്ങനെ മർദ്ദിച്ചു, അയാളെ മർദ്ദിച്ചു, ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കഥ ഇങ്ങനെ പറഞ്ഞു നിന്നു അവിടെ. പക്ഷേ അന്വേഷണത്തിൽ മനസ്സിലായി എല്ലാവർക്കും അയാൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഒരു ഡോക്ടറുടെ വൂണ്ട് സർട്ടിഫിക്കറ്റിനകത്ത് അവിടെ ഇവിടെ വേദന എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു ചെറിയ പോറൽ പോലും ശരീരത്തിൽ ഏറ്റിട്ടില്ല. പിന്നെ കൂടാതെ ക്യാമറയ്ക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് അന്വേഷണത്തിൽ മനസ്സിലായതോടുകൂടി എല്ലാവരും അതങ്ങ് വിട്ടു. പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ ഇങ്ങനെ നിരന്തരം നടക്കാൻ തുടങ്ങിയപ്പോൾ ആണ് ശ്രീ ബാബുരാജ് IPS എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറയുന്നത് ഒരു പൂജ ചെയ്യുന്നത് നല്ലതായിരിക്കും, ഒരു സമാധാനം ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങളവിടെ ചാർജ് എടുത്ത ശേഷം കുറേ നാൾ കഴിഞ്ഞു, ഒരു 9-10 മാസമൊക്കെ കഴിഞ്ഞ ശേഷമാണ് പൂജയെപ്പറ്റി ആലോചിക്കുന്നതും. ശരി ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അവസാനം ആ പൂജ അറേഞ്ച് ചെയ്ത് ഒന്ന് രാവിലെ ഗണപതി ഹോമവും പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഭഗവതി സേവയൊക്കെ നടത്തി. പക്ഷെ എന്തുകൊണ്ടോ ആ പൂജ നടന്നതിന് ശേഷം കുറച്ച് സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ പോയി. അതിന് മുമ്പാണ് ഈ മാസപ്പടി സംഭവം ഉണ്ടാകുന്നതും 11 ഓഫീസേഴ്സിനെ സസ്പെൻഡ് ചെയ്യുന്നതും അതിന് പകരം ഓഫീസേഴ്സിനെ കിട്ടാതെ ഞാൻ കുറച്ച് ടെൻഷൻ അനുഭവിക്കുന്നതും. അപ്പോൾ ഈ ടെൻഷൻ സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് ഞാൻ അനുഭവിക്കുന്നതാണ്. കാരണം കുറച്ച് ആത്മാർത്ഥത കൂടിപ്പോയത് കൊണ്ട്
എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഒരു നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഞാനെല്ലാം കൂടെ തലയിലെടുത്ത് വെച്ച് ചെയ്ത് തീർക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വഭാവമായതുകൊണ്ട് ഇപ്പം നോക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഓടിപ്പിടിച്ച് പോയി എല്ലാ കാര്യം ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും വളരെ ആത്മാർത്ഥതയോടുകൂടി അങ്ങനെ ചെയ്തങ്ങ് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് തീർക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആ സമയത്ത് അനുഭവിക്കേണ്ടി വന്നു. 1998 ഏപ്രിൽ മാസമാണ് എനിക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ ഓർഡർ വരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ SP ആയിരുന്നപ്പോൾ ഉടനീളം ഇങ്ങനെ ചെറിയ ചെറിയ മാനസിക സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളും ഒക്കെ വന്നിരുന്നെങ്കിൽ പോലും ഇതെല്ലാം ഓരോരോ അനുഭവങ്ങളാണ്, ഓരോ പാഠങ്ങളാണ് എന്നെ പഠിപ്പിച്ചത് എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ധൈര്യമായിട്ട് പിടിച്ചു നിന്ന് മുന്നേറി. പിന്നെ അവിടെ നിന്ന് കിട്ടിയ സൗഹൃദ ബന്ധങ്ങളും നല്ല നല്ല പരിചയങ്ങളും ഒരുപാട് നല്ല ഫാമിലിയുമായിട്ടുള്ള അടുപ്പവും അതൊക്കെ വളരെ വിലപ്പെട്ടതായിട്ട് ഞാൻ ഇന്നും കരുതുന്നുണ്ട്. സസ്നേഹം, ശ്രീലേഖ.